നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ കനക്കും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു. N. പ്രശാന്ത് IASനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സസ്പെൻഡ് ചെയ്ത 9 മാസങ്ങൾക്ക് ശേഷമാണ് പ്രശാന്തിനെതിരെ നടപടി. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിലാണ് സർക്കാർ അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസന്റിംഗ് ഓഫീസർ. കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായി അന്വേഷണ ഉത്തരവിൽ പറയുന്നു. മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം നിഷേധിച്ചുവെന്നും ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ പറയുന്നു. 4 വർഷത്തെ കാത്തിരിപ്പ്. ഇന്ത്യ UK വ്യാപാര കരാറിന് ധാരണ. ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്കും UK തീരുവ ചുമത്തില്ല. സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകളിലും 0 തീരുവയ്ക്ക് UK സമ്മതിച്ചു. ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷ നികുതി ചുമത്തുന്നതിനും ഒഴിവാക്കും. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത്. കണ്ണൂരിൽ പുഴയിൽ ചാടി മരിച്ച റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. കണ്ണൂരിൽ പുഴയിൽ ചാടി മരിച്ച റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. തന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് കമൽരാജും ഭർത്താവിന്റെ അമ്മ പ്രേമയുമാണെന്ന് കുറിപ്പിൽ പറയുന്നു. അമ്മയുടെ വാക്ക് കേട്ട് തന്നെയും മകനെയും ഇറക്കി വിട്ടു. കുട്ടിക്ക് വേണ്ടി തന്നോട് ചാകാൻ പറഞ്ഞുവെന്നും ഭർത്താവിന്റെ അമ്മ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്നും റീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല. ഒരു പെണ്ണിന് നീതി കിട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. റീമയുടെ കുഞ്ഞിന്റെ സംസ്കാരം ഇന്നലെ നടന്നിരുന്നു. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പുഴയിലാണ് റീമയും കുഞ്ഞും ചാടി മരിച്ചത്. പെറ്റി കേസുകളിൽ അഴിമതി നടത്തി തട്ടിപ്പ്. പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയത് 16 ലക്ഷത്തിന് മുകളിൽ. പെറ്റി കേസുകളിൽ അഴിമതി നടത്തിയതിനെ തുടർന്ന് വനിതാ പോലീസുകാർക്കെതിരെ പണം തട്ടിപ്പിന് കേസെടുത്ത പോലീസ്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശാന്തിനി കൃഷ്ണനെതിരെയാണ് കേസ്. 16,76,650 രൂപയാണ് പെറ്റി തുകയിൽ തിരിമറി നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത്. രസീതിലും രജിസ്റ്ററിലും ഉൾപ്പെടെ തിരിമറി നടത്തിയാണ് ഇത്രയും വലിയ തുക തട്ടിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റിൽ റൈറ്ററായിരുന്ന കാലത്തായിരുന്നു പോലീസുകാരി പണം തട്ടിയത്.